ഹായ് കൂട്ടുകാരെ, സുഖമാണോ? കുറച്ച് ചക്ക കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് വറുക്കാം. ഈ വർഷം ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ്. കുറച്ചേ ഉള്ളൂ, ഇത്തിരിയേ ഉള്ളൂ. ഇപ്പുറത്തെ താത്താര പ്ലാവ് ഒടിഞ്ഞു വീണു. അപ്പം നമുക്ക് കിട്ടിയ ചക്കയാണ്. നമുക്ക് എന്തായാലും ഇതങ്ങ് കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ വേണ്ടി വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വറുക്കാം. ഞാനങ്ങനെ എല്ലാ ചക്കയും അരിഞ്ഞ് വറുക്കാൻ പാകത്തിന് എടുത്തിട്ടുണ്ട്. ഒരു 10 ചുള കൂട്ടാൻ വയ്ക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. ചക്ക അപ്പുറത്തെ താത്ത കൊണ്ട് തന്നപ്പോഴേ മക്കൾ പറഞ്ഞു, നമുക്ക് ഉമ്മച്ചി നമുക്ക് വറുക്കാം. ഞാനും വിചാരിച്ചു ഓക്കെ നമുക്ക് വറുക്കാം. അപ്പം പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ചക്കച്ചുള ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ചക്ക എടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ചക്ക എടുത്ത് ഉപ്പ് പുരട്ടി വയ്ക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ ഉപ്പിട്ട് വെച്ചാൽ ചക്ക എണ്ണയിലിടുമ്പോൾ ഒരുമാതിരി വാടി കണക്കാകും. പിന്നെ അത് മൂത്ത് വരത്തുമില്ല. അപ്പം ഉപ്പ് കുറേശ്ശെ ചക്ക എടുത്ത് ഉപ്പിട്ടാൽ വറുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എണ്ണ ചൂടാവുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് നമുക്ക് ചക്ക ഇടുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിടാം. പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ പേര് സുമയ എന്നാണ്. ഞാൻ താമസിക്കുന്നത് കിളിമാനൂരാണ്. ഹസ്ബൻഡിൻ്റെ നാടാണ് കിളിമാനൂർ. എൻ്റെ സ്ഥലം അങ്ങ് വളവുവെച്ചാണ്, മടത്തറ കടയ്ക്കൽ. 2 മക്കളാണ്. മുഹമ്മദ് ആഷിഖ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുഹമ്മദ് അമീർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ നിങ്ങളെയൊക്കെ അങ്ങനെ യൂട്യൂബിൽ തുടങ്ങാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാനങ്ങ് തുടങ്ങിയതാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് ക്ഷമിക്കുക. ആദ്യമായിട്ട് തുടങ്ങിയതിൻ്റെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും. അങ്ങനെ കിളിമാനൂർ ഹസ്ബൻഡ് നാടാണ്. 16 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്. അപ്പം എണ്ണ ചൂടാവുന്നുണ്ട്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. പണ്ടിവിടെ എൻ്റെ ഹസ്ബൻഡിനും ഉമ്മായിക്ക് ചക്ക വറുക്കുമ്പം വായിൽ വെള്ളം കൊണ്ടിട്ട് ഈ ചക്ക എണ്ണയിലോട്ട് ഇടുമായിരുന്നു. അപ്പോൾ പറയും എണ്ണ പിടിക്കത്തില്ല, എണ്ണ കുടിക്കത്തില്ല എന്നോ അങ്ങനെ എന്തോ പറയുമായിരുന്നു. അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ചക്ക വറുത്തത് കിട്ടും. ഞാൻ ആദ്യത്തെ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കോരി മാറ്റിയതിന് ശേഷം കുറച്ചിടാം. കുറച്ച് നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം ചൂടായി വരുന്നുണ്ട്. ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് തേയിലിട്ട് കൊടുക്കാം. എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് വിശേഷങ്ങൾ പറയൂ. അങ്ങനെ ചായക്ക് തിളക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം തേയില. ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ സൗണ്ട് എഡിറ്റാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങളൊന്നും പറയാനോ ഒന്നും വീഡിയോയിൽ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു വിമ്മിഷ്ടം. അപ്പം ഞാൻ വിചാരിച്ച് പാചകം ചെയ്യുമ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോഴും വോയിസ് അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. അപ്പം അധികം സംസാരിക്കുന്ന സ്വഭാവമാണ്, അതുകൊണ്ടാണൊരു. അപ്പോൾ അങ്ങനെ തേയില വെള്ളം തിളച്ചു. പാലൊഴിക്കാം. വാ, ഒരാൾ കളിച്ചിട്ടൊക്കെ വന്ന് തളർന്നതാ വരുന്നുണ്ട്. അമീർ ചക്ക വറുത്തോ ചക്ക റെഡിയായോ എന്ന് നോക്കുകയാണ്. ഉള്ളിപ്പറക്കി പച്ച ചക്ക തിന്നുന്നുണ്ട്. റെഡിയായിട്ടില്ല. റെഡിയാകുമ്പോൾ തിന്നാം. അപ്പോഴേ നിങ്ങൾ വിചാരിക്കും ഈ പാത്രത്തിൻ്റെ സൈഡ് എന്താ ഇങ്ങനെ ഇരിക്കണേ. ഇത് ഞാനിവിടെ
ഇതുപോലെ ചക്ക ഫ്രൈ ചെയ്യാനും വട ഉണ്ടാക്കാനും പഴംപൊരി ഉണ്ടാക്കാനും ഇതുപോലെ എണ്ണ പലഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അതുകൊണ്ടാണ് ഈ ചട്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ചായ ഇതുവരെ തിളച്ചില്ല, തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ചക്കയും റെഡിയായി വരും. ക്രിസ്പി ആയില്ല, ക്രിസ്പി ആവണം. ഓക്കെ, അങ്ങനെ ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ചക്ക നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ചായ തിളച്ചപ്പോൾ തന്നെ ചക്കയും റെഡിയായി. ഓക്കെ, അപ്പം കൃത്യസമയത്തിന് രണ്ടും റെഡിയായി. അപ്പോൾ നമ്മൾ ചക്ക കോരിയെടുക്കാം. അപ്പോൾ അതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ചക്ക ഇടാം. സ്റ്റൗ ഓഫ് ചെയ്യാൻ ചായ എടുക്കാം. പിന്നെ അടുത്ത ബാച്ചിൽ ഇടട്ടെ. 2 പേരും കൂടെ അതാ ഇവിടെ നിന്ന് ചക്ക വറുത്തതും TV കാണക്കവും ചക്ക വറുത്തതും ചായയും കുടിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി പിന്നെ കാണാം.